ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയാണ് പഠിച്ചത്. ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയും പഠിച്ചു. അതിൻ്റെ ഒരു സാമ്പിൾ പ്രോഗ്രാമും തേർഡ് മോഡ്യൂളിലുള്ള ഒരു സാമ്പിൾ പ്രോഗ്രാമും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചില സ്പെഷ്യൽ കേസസ് ആണ് പഠിക്കുന്നത്. ഈ സ്പെഷ്യൽ കേസസ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതും എന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും ഇങ്ങനത്തെ കേസസിലും നമുക്ക് ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. മേ ബി ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ മെത്തേഡ്സ് എല്ലാം യൂസ് ചെയ്തു എന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. നമ്മുടെ ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു സിൻറ്റാക്സ് ആണ്, സാമ്പിൾ സിൻറ്റാക്സ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഫോർ എന്ന കീവേഡ് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് 3 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എഴുതാം. ആദ്യത്തെ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്, മൂന്നാമത്തെ ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് നമുക്ക് മെൻഷൻ ചെയ്യാം. അതിനെ ലൂപ്പ് ബോഡി എന്ന് പറയാം. അപ്പം ഇതിൻ്റെ സ്പെഷ്യൽ കേസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. എപ്പോഴും 3 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ മെൻഷൻ ചെയ്യണം എന്ന് നിർബന്ധമില്ല. സ്പെഷ്യൽ കേസസ് പ്രകാരം നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലാതെ വേറെ രീതിയിലൊക്കെ നമുക്കിത് മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇവിടെ നോക്കിയാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിൻറ്റാക്സ് പ്രകാരമുള്ള ഒരു സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് i=1 എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെമിക്കോളൻ ഇടുക. നിങ്ങൾക്ക് അറിയാമല്ലോ, സെമിക്കോളൻ ഇട്ടിട്ടാണ് 3 സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് i<n എന്ന് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ++i എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിന് ++i എന്നോ അല്ലെങ്കിൽ i++ എന്നോ കൊടുക്കാം, കുഴപ്പമില്ല. ഇതിൽ നമുക്ക് ആദ്യത്തെ ഒരു ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കൊടുക്കണം എന്ന് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കാം. ഇവിടെ ഈ എക്സാമ്പിൾ നോക്കുക. ഇവിടെ i=1 j=1 എന്നും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി സ്റ്റാൻഡേർഡ് സിൻറ്റാക്സ് പ്രകാരം ഒരു ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ എങ്കിലും നമുക്ക് ആക്ച്വലി ഒന്നിൽ കൂടുതൽ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാം. കോമ ഇട്ട് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. ശ്രദ്ധിച്ചല്ലോ, 2 സ്റ്റേറ്റ്മെൻറ്റ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന കോമ ഉപയോഗിച്ചാണ്. അപ്പം സെമിക്കോളൻ വന്നാൽ മാത്രമേ ഈ ഒരു ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുള്ള ആ സംഭവം കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ സെമിക്കോളൻ വരുന്നത് വരെ നമുക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാം. കോമ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ഇൻക്രിമെൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ്, അവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ++i എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ j=j+2 എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇക്വേഷനാണ്. ഇതും സത്യം പറഞ്ഞാൽ ഇൻക്രിമെൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് പറയുന്നത്. കാരണം j എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 2 യൂണിറ്റ് വെച്ച് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഐട്രേഷനിലും ജെയുടെ വാല്യൂ 2 യൂണിറ്റ് വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും ഒരു ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒന്നിൽ കൂടുതൽ ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇക്വേഷനായിട്ട് പോലും നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. കോമ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റും ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും, ഇത് രണ്ടും ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഫോർ ലൂപ്പിൻ്റെ അകത്ത്. ഈ ഫോറിൻ്റെ കൂടെയുള്ള ഫോർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ആർഗ്യുമെൻറ്റ്സ് ആയിട്ട്, ഇതിനെ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് ഈ അടുത്ത എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ആക്ച്വലി ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ 2 എണ്ണം കൊടുത്തിരിക്കുന്നത്. ഈ കണ്ടീഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സത്യം പറഞ്ഞാൽ ഒരെണ്ണമേ പാടുള്ളൂ. ഇവിടെ ഞാൻ 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനെ ലോജിക്കൽ ആൻഡ് എന്ന ഓപ്പറേഷൻ ഉപയോഗിച്ചാണ് ഞാൻ ഇതിനെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ ഇതൊരു കണ്ടീഷൻ, ഈ i<n എന്നുള്ളത് ഒരു കണ്ടീഷനാണ്. sum<100 എന്നുള്ളത് അടുത്തൊരു കണ്ടീഷനാണ്. ഈ 2 കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവുകയുള്ളൂ. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവുകയാണെങ്കിൽ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഫാൾസ് ആയിരിക്കും. കാരണം അതുകൊണ്ടാണ് ലോജിക്കൽ ആൻഡ് കൊടുത്തിട്ടുള്ളത്. അതേസമയം ലോജിക്കൽ ഓർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയാൽ മതി, ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് 2 കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നമുക്ക് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാനൊക്കും ലോജിക്കൽ ആൻഡോ ലോജിക്കൽ ഓപ്പറേറ്ററും ഒക്കെ ഉപയോഗിച്ച്, ലോജിക്കൽ ആൻഡ് അല്ലെങ്കിൽ ലോജിക്കൽ ഓർ ഒക്കെ ഉപയോഗിച്ച് 2 കണ്ടീഷൻസൊക്കെ നമുക്ക് ഒരുമിച്ച് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു എക്സാമ്പിൾ ഇവിടെ നോക്കുക. ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഞാനൊരു ഇക്വേഷനാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. x=m+n/2. ഇതൊരു ഇക്വേഷനാണല്ലോ. x=m+n/2. n-ൻ്റെയും വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവിനെ സം ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്ന റിസൾട്ടിനെയാണ് x എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇനിഷ്യലൈസേഷൻ വേരിയബിളാണ്, ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതേസമയം അതൊരു ഇക്വേഷൻ തന്നെയാണ്.
ഇതുപോലത്തെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് കൊടുത്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ അല്ല, അല്ലാതെ കുറച്ചും കൂടെ ഉള്ള വലുതായിട്ടുള്ള ഒരു ഇക്വേഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളിവിടെ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എക്സ് ഈക്വൽ ടു x/2 എന്ന് പറയുന്ന ഒരു ഡിക്രിമെൻ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതൊരു ഇക്വേഷനാണ്, x/2 എന്നുള്ളത് ഒരു ഇക്വേഷനാണല്ലോ. അങ്ങനെ ഇതുപോലെ ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ആ ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ആക്ച്വലി ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതും ഒരു ഇക്വേഷൻ ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാൻ കാര്യം, ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യും തോറും എക്സിൻ്റെ വാല്യൂ ഹാഫ് ആയിട്ട് മാറുകയാണ്. ഇപ്പോൾ തുടക്കത്തിൽ എക്സിൻ്റെ വാല്യൂ 100 ആണ് എങ്കിൽ ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും എക്സിൻ്റെ വാല്യൂ 50 ആവും. വീണ്ടും ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും എക്സിൻ്റെ വാല്യൂ 25 ആവും. പിന്നെ ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും എക്സിൻ്റെ വാല്യൂ 12 ആവും. 12.5 അല്ല, കാരണം എക്സ് മിക്കവാറും ഇൻറ്റീജർ ആയിരിക്കും. മാത്രമല്ല 2 ഇൻറ്റീജേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആയിരിക്കും. അപ്പോൾ 25/2 എന്ന് പറഞ്ഞാൽ ആൻസർ 12 ആയിരിക്കും കിട്ടുന്നത്. അടുത്ത ഇറ്ററേഷനിൽ 12 എന്നുള്ളത് 6 ആവും. അപ്പം ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യും തോറും എക്സിൻ്റെ വാല്യൂ ഹാഫായിട്ട് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനത്തെ ഇക്വേഷൻസ് നമുക്കിവിടെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ 3 സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമായിട്ട് കൊടുക്കണമെന്നില്ല. ഇവിടെ നോക്കുക, ഇവിടെ ആക്ച്വലി 2 സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി ഇവിടെ ഇല്ല. അതിന് പകരം ഇവിടെ സെമികോളൻ ഇട്ടിട്ടേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഇല്ല. പകരം രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഇല്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഒഴിവാക്കിയും വേണമെങ്കിൽ ഫോർ ലൂപ്പ് ഉപയോഗിക്കാം. ഇവിടെ നോക്കുക, ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, സെമികോളൻ കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഇല്ല. അതങ്ങ് സ്കിപ്പായിട്ടുണ്ട്. ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിലില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മുടെ സാധാരണ രീതിയിലുള്ള പ്രോഗ്രാമിൽ ഈ ഒരു രീതിയിലൊന്നും ഉപയോഗിക്കാറില്ല. കാരണം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ മേ ബി എക്സാമിന് പേപ്പർ നോക്കുന്ന ടീച്ചർ വിചാരിക്കും നിങ്ങൾക്ക് ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് അറിയില്ല എന്നൊക്കെ ചില ടീച്ചേഴ്സ് ചിലപ്പം വിചാരിക്കും, ഇങ്ങനെയൊക്കെയാണ് ഇട്ട് കൊടുത്തതെങ്കിൽ. അതുകൊണ്ട് സാധാരണ ഈ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാവരും ഫോർ ലൂപ്പ് എഴുതുന്നത്. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം ഫോർ ലൂപ്പിൻ്റെ അകത്ത് കാണാം. ഈ രീതിയിലെല്ലാം യൂസ് ചെയ്യാം, അതൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ 2 മെത്തേഡ് സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല. ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ് മിക്കവാറും 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഇങ്ങനെ കൊടുത്താലും സിൻടാക്സ് എറർ ഒന്നും ഇല്ലാതെ പ്രോഗ്രാം റൺ ചെയ്യും. പക്ഷേ എക്സാമിന് മേ ബി വാല്യൂ ചെയ്യുന്ന ടീച്ചറിന് അത് അറിയണം എന്ന് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവർ ചിലപ്പം തെറ്റാണ്, നിങ്ങൾക്ക് ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് അറിയില്ല എന്ന് പറഞ്ഞ് ചിലപ്പം മാർക്ക് കുറച്ചു എന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് നിവൃത്തിയില്ല എങ്കിൽ മാത്രമേ ഈ രൂപത്തിലുള്ള രീതിയിലൊക്കെ ഫോർ ലൂപ്പ് എഴുതാവൂ. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ഇങ്ങനെ ഉപയോഗിക്കാം എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇതാണ് ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനുള്ള ചില സ്പെഷ്യൽ കേസസ്. മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാം എഴുതും എന്ന് നിർബന്ധമൊന്നുമില്ല. മേ ബി 1-2 പ്രോഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കുക. ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എഴുതാനുള്ള ഒരു 20-22 പ്രോഗ്രാംസ് ജോസാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങൾ അതൊക്കെ നോക്കുക. കാണാതെ പഠിക്കാൻ ഒക്കത്തില്ല, പക്ഷേ അതൊക്കെ ഒന്ന് നോക്കി ലോജിക്ക് എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അത് മാത്രം മതി. ബാക്കി നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് എഴുതി ഒപ്പിക്കാനുള്ളത് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ആ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് ഒന്ന് മനസ്സിലാക്കി വച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതാണ് ഫോർ ലൂപ്പിൻ്റെ കുറച്ച് സ്പെഷ്യൽ കേസസ്. ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.